ടീച്ചർ എവിടെ കളഞ്ഞൊരു പേപ്പർ കിട്ടി. ആഹാ, പ്രീഷ്യസ് ഫാമിങ്ങും പോളി ഹൗസ് ഫാമിങ്ങും ഒക്കെ ഉണ്ടല്ലോ. നല്ലതുപോലെ എഴുതി കാണൂല്ലേ? ടീച്ചർ ഞാൻ എഴുതിയല്ലോ ഇവിടെ പറന്നു വന്നത്. പറന്നു വരാൻ എന്തുവാ ഇത്? പറക്കം തെളിയോ? ഞാനിത് കണ്ടുപിടിക്കുമെന്ന് അറിഞ്ഞപ്പോൾ നീ ഇത് മാറ്റിയതല്ലേ? മോനിനിവേ പേരൻസിനെ വിളിച്ചോണ്ട് വന്ന് പരീക്ഷ എഴുതിയാൽ മതി കേട്ടോ. ഇനി തന്നേ പേപ്പർ. അയ്യോ, ചെടിച്ചട്ടി പൊട്ടിയല്ലോ. വീട്ടുകാർ കാണാൻ വഴക്ക് പറയല്ലോ. ഇവിടെങ്ങും ആരില്ലല്ലോ. ഇത് പൊട്ടി കിടക്കുന്ന അവരാരും അറിയത്തില്ലല്ലോ. അവരോട് നിന്ന് പറയുന്നേക്കാം. ആൻറ്റി, ഒരു വണ്ടി ഒന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടി ചാടിയതാ. ആൻറ്റി ഒരു ചെടിച്ചട്ടി പൊട്ടിപ്പോയി. സോറി ആൻറ്റി. ഓമേ, എൻ്റെ 10-200 രൂപ വിലയുള്ള ചട്ടി വന്നില്ല ഈ ചെറുക്കം പൊട്ടിച്ച്. മര്യാദയ്ക്ക് നാളെ എനിക്ക് ചെടിച്ചട്ടി മേടിച്ചോണ്ട് തന്നില്ലെങ്കിലാ. ശരി ആൻറ്റി. അമ്മയല്ലോ പറഞ്ഞു സത്യം മാത്രം പറഞ്ഞാൽ മതിയെന്ന്. ഞാൻ സത്യം പറഞ്ഞപ്പോൾ സ്കൂളിൽ നിന്ന് എന്നെ പുറത്താക്കി. നാട്ടുകാരെ ഞാൻ ചീത്തകളെയും കേട്ടു. നിന്റെ സത്യസന്ധത എന്നായാലും അവർ മനസ്സിലാക്കും. അന്നേരം നിന്നെ അവരെല്ലാവരും സ്നേഹിക്കും. ആൻറ്റി, ഒരു മിഠായി. ഈ മിഠായി ആണോ മോനെ? അല്ലല്ല. ഇതോ? അല്ല. ഇതോ? അല്ല. ഈ മിഠായി തരട്ടെ? എത്രണ്ണം വേണം? 2 രൂപയെ. ആൻറ്റി, ഒരു ബിസ്ക്കറ്റ്. ഈ ബിസ്ക്കറ്റ് ആണോ മോനെ? അല്ല. ഇതാണോ? അല്ല. ഇതോ? അല്ല. ഇതാണോ? അല്ല. ഈ ക്രീം ബിസ്ക്കറ്റ് ആണോ കുഞ്ഞേ? അതിന്റെ അപ്പുറത്ത് നോക്കിയേ. ആ, ടൈഗറിന്റെ ആണോ? ക്രാക്ക് ജാക്കോ? ക്രാക്ക് ജാക്കോ? അല്ല. പിന്നെ ഏതാ? ആ, ഇതാ ക്രീം ബിസ്ക്കറ്റാ മോനെ. ഇത് 10 രൂപയെ. ആൻറ്റി, ഒരു ജ്യൂസേ. തണുത്തത് വേണോ തണുക്കാത്തത് വേണോ? തണുത്തത്. എന്നാ ജ്യൂസ്. എത്രയായി? 110 രൂപ. ഞാൻ ഒരു ജ്യൂസ് മാത്രം വാങ്ങിച്ചോളൂ. നീ ഇപ്പൊ ഒരു ജ്യൂസ് മാത്രമേ മേടിച്ചുള്ളൂ. പക്ഷെ ഈ ഒരാഴ്ച കൊണ്ടേ നീ ഞാൻ കാണാതെ എടുത്തിട്ടുള്ള സാധനങ്ങളുടെ എല്ലാം കൂടെ വിലയാ ഞാൻ ഈ പറഞ്ഞ 110 രൂപ. നീ വിചാരിക്കും നീ ഒന്നും ഞങ്ങളൊന്നും കാണുന്നില്ലെന്ന്. പക്ഷെ മേളിൽ ഇരിക്കുന്ന ഒരാളെ ഇതെല്ലാം കണ്ടോണ്ടായിരിക്കുന്നത് കേട്ടോ. ആ മാമന്മാരൊന്നും അല്ല. ദേ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. സോറി ആൻറ്റി, നാളെ ഞാൻ പൈസ കൊണ്ടുവരാം. നീ പൈസ ഒന്നും കൊണ്ട് തരണ്ട. എൻ്റെ മോന് ഞാനിത് കൊടുത്തതായിട്ട് ഞാൻ കരുതിക്കോളാം. ഇനി മേരി ഇത് ആവർത്തിക്കാതിരുന്നാ മതി കേട്ടോ. ആൻറ്റിക്ക് ഒരു ചെടിയുള്ള ചട്ടി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. മോനെ ആൻറ്റിയോട് ക്ഷമിക്കണം. അന്നേരത്തെ വിഷമത്തിൻ്റെ പേരിൽ ആൻറ്റി അങ്ങനെയൊക്കെ പറഞ്ഞത്. പിന്നീട് ഞാൻ ചിന്തിച്ച് നോക്കിയപ്പം എൻ്റെ ഭാഗത്തെ തെറ്റെന്ന് എനിക്ക് മനസ്സിലായി. ഈ ചെടിച്ചട്ടിക്ക് എത്ര രൂപയായെന്ന് വെച്ചാൽ ഞാനത് തരാം കേട്ടോ. മോൻ വിഷമിക്കണ്ട കേട്ടോ. രാഷ്ട്രപതി, മോൻ ടീച്ചറിനോട് ക്ഷമിക്കുക കേട്ടോ. നിഖിൽ കാര്യം പറഞ്ഞപ്പോഴാണ് ടീച്ചർക്ക് മനസ്സിലായത് മോനല്ല കോപ്പി കൊണ്ടുവന്നതെന്ന്. ടീച്ചർ മോനെ വഴക്ക് പറഞ്ഞപ്പോൾ മോൻ ഒരുപാട് സങ്കടമായായിരുന്നോ? ഇല്ല ടീച്ചറെ, അമ്മ പറഞ്ഞിട്ടുണ്ട് സത്യം മാത്രം പറയാനുള്ളൂ.